നമ്മൾ റൂട്ട് തിരിച്ചു വിട്ടതുകൊണ്ടാ യാത്ര തുടരാൻ പറ്റിയത്. അല്ലെങ്കിൽ ഇപ്പോ പോലീസ് തടഞ്ഞേനെ. ആ കൊടുമ്പാനോ. ഇടയ്ക്ക് ആനപ്പിട്ടം കണ്ടപ്പോഴൊക്കെ ചെറിയ പേടി തോന്നിയതാ. ആന അടുത്തുണ്ട് സാറേ. പക്ഷേ മനുഷ്യന്റെ മണം പിടിച്ചു കഴിഞ്ഞാൽ ഒരുമാതിരിപ്പെട്ട ആനകളൊന്നും അടുക്കത്തില്ല. പിന്നെ ഒറ്റയാനയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. അതിന് പിന്നെ കാടൊന്നും നാടൊന്നും ഇല്ല. ശരിക്കും പറഞ്ഞാ ഈ ഒറ്റയാന ഭ്രാന്ത് പിടിക്കുന്നതേ എന്തെങ്കിലും അസുഖം വരുമ്പോഴാ. മിക്കപ്പോഴും വയറ്റിനകത്ത് അസുഖം ഉള്ളപ്പോഴാ ഇവറ്റകൾ സമനില തെറ്റിയ പോലെ നടക്കുന്നത്. ഇര പിടിക്കാൻ ശേഷിയില്ലാത്തപ്പോഴാ ആനയായാലും കടുവയായാലും കാടിറങ്ങി നാട്ടിലേക്ക് വരുന്നത്. കാട്ടിലുള്ള ജീവികളെ വെക്ക് വേട്ടയാടി പിടിക്കാൻ കുറച്ച് പാടാ സാറേ. അതെ, മനുഷ്യനെ ഇതുവരെ മൃഗങ്ങൾ അധികം രുചിച്ചു നോക്കിയിട്ടില്ല. ആ ടേസ്റ്റ് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ മനുഷ്യനെ അവർ വിടത്തില്ല. കാരണം വേട്ടയാടാൻ ഏറ്റവും എളുപ്പമുള്ള കരയിൽ ജീവിക്കുന്ന ജീവികള് നമ്മൾ തന്നെയാ. കടുവയും ആനയും വന്ന മറ്റ് ജീവികളെ പോലെ നമുക്ക് ഓടാൻ പറ്റുമോ? മൃഗങ്ങളെല്ലാം കൂടെ ഒരു യൂണിയൻ ഉണ്ടാക്കിയാലേ അവര് നാട് ഭരിച്ചേനെ. ഇവന് നല്ല ഭയമുണ്ട്. ഇല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ സാറിന്റെ ധൈര്യം കാണുമ്പോ എനിക്ക് ഒരു പ്രത്യേക ആവേശമൊക്കെ ഉണ്ട് സാറേ. പാവം മഹി, അയാളിപ്പോ ഉറങ്ങിയിട്ടുണ്ടാവോ എന്തോ? ഉറങ്ങാൻ സാധ്യതയില്ല സാറേ. പ്രാർത്ഥനയുമായിട്ട് സാറിന്റെ ഭാര്യ ഇപ്പോ ദൈവത്തിന്റെ ഉറക്കം കെടുത്തുകയായിരിക്കും. അതുകൊണ്ട് നമുക്കൊപ്പം തന്നെ അയ്യപ്പസ്വാമിയും ഉണ്ട്. ആ ശരി, എന്നാ പിന്നെ നമുക്ക് നടക്കാം. നടക്കാം. മലയ്ക്ക് പോയവരുടെ വിവരം അറിയാതെ ഉറക്കം വരത്തില്ലമ്മേ. എന്നാ പിന്നെ അവനെ ഒന്ന് വിളിക്കേ, ആ മേഘനെ. അവൻ ഈ നേരത്ത് കിടന്ന് ഉറങ്ങി കാണുമെന്ന് അറിയില്ല. എന്തായാലും ഒന്ന് വിളിക്കാം. ഇയാളായിരുന്നു. അങ്കിളെ, നീ ഉറങ്ങില്ലടാ? എങ്ങനെ ഉറങ്ങാൻ അങ്കിളെ? മലയ്ക്ക് പോയവരുടെ കാര്യം അറിയാതെ ഉറങ്ങാൻ പറ്റുമോ? അത് തന്നെയാണ് ഇവിടുത്തെ അവസ്ഥ. ഞങ്ങൾക്ക് ഉറക്കം വരുന്നില്ല. ഞാനും അമ്മയും ആകാംക്ഷയോടെ കാത്തിരിക്കുക നിന്റെ ഒരു കോളിന് വേണ്ടിയിട്ട്. അവന്മാര് വിളിക്കുമല്ലോ ചെയ്തോ? അവന്മാരോട് വിളിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് അപകടമാണ് അങ്കിളെ. എല്ലാം കഴിഞ്ഞ ശേഷം സാവധാനം അവന്മാരെ വിളിച്ചോളും. എടാ, വിളി വരികയാണെന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് അറിയിക്കണേ. അത് പിന്നെ ഞാൻ വിളിക്കാതിരിക്കൂ? എന്തായാലും നാളെ രാവിലെ അവന്മാരുടെ വിളി പ്രതീക്ഷിച്ചാൽ മതി. അപ്പൊ അതുവരെ ഉറങ്ങാൻ പറ്റില്ലെന്ന് സാരം. എന്റെ കാര്യം അങ്ങനെ തന്നെ അങ്കിളെ. ഒരുത്തനെ അല്ല, 3 എണ്ണത്തിനെ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. കൂട്ടത്തില് വേറൊരുത്തനും കൂടി പോയിട്ടുണ്ട്. അവന്റെ വിധിയും ചിലപ്പോ വേറെ ആവാൻ വഴിയില്ല. മാർക്കോടെ ചങ്കല്ലേ, അതുകൊണ്ട് അവനോടൊപ്പം അങ്ങ് പോട്ടെ അങ്കിളെ. ശരിയടാ, എന്നാ പിന്നെ ഞാൻ വിളിക്കാം.